എന്താണ് പേര്? എവിടെയോ കണ്ടതുപോലെ ഒരു ഓക്കെ. ആ പോയ മനുഷ്യനാണ് പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാലിന്റെ സിംപ്ലിസിറ്റിയെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണില്ല. ഇപ്പോഴിതാ ഒരു യുവാവ് അപ്രതീക്ഷിതമായി പ്രണവിനെ രാജസ്ഥാനിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ വെച്ച് കണ്ടുമുട്ടിയ അരുൺ മാത്യു എന്ന് പറയുന്ന ഒരു മുംബൈ മലയാളി യുവാവ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച രസകരമായ അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്നത്. യുവാവിന്റെ കുറിപ്പ് ഇങ്ങനെ തുടങ്ങുന്നു: ഒരു ക്ലൈം മീറ്റിംഗിന് വേണ്ടിയായിരുന്നു ഞാൻ ജയ്പൂരിൽ എത്തിയത്. അവിടെ വെച്ച് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു രാജസ്ഥാനിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് ഒരു ബൈക്ക് യാത്ര. കൂടെ ജോലി ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ സുഹൃത്തും കൂടെ കൂടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ബൈക്കും വാടകയ്ക്കെടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി. എന്നാൽ രാജസ്ഥാനിലെ അസഹനീയമായ ചൂടിൽ അധികമൊന്നും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 1-2 ഗ്രാമങ്ങൾ കണ്ട ശേഷം ഞങ്ങൾ യാത്ര മതിയാക്കി. മടക്കയാത്രയിൽ ഞങ്ങളുടെ കയ്യിലിരുന്ന വെള്ളം തീർന്നു. എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം സംഘടിപ്പിക്കുക എന്നതായിരുന്നു പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം. കുറച്ചധികം സഞ്ചരിച്ച ശേഷം കുറച്ചകലെ ഒരു കുടിൽ ഞങ്ങളുടെ കണ്ണിൽ പെട്ടു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ കുടിലിന്റെ അടുത്ത് ചെന്നു. കുടിലിന്റെ മുമ്പിൽ തന്നെ എന്തോ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളെയും അയാളുടെ സഹായിയായി മറ്റൊരു ചെറുപ്പക്കാരനെയും ഞങ്ങൾ കണ്ടു. അവരോട് കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ കുടിലിനകത്ത് നിന്നും ഒരു സ്ത്രീ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടു തന്നു. വെള്ളം കുടിച്ച് ഞങ്ങളുടെ ക്ഷീണം മാറിയപ്പോഴാണ് ഞങ്ങൾ ചുറ്റും വന്ന് വെറുതെ നോക്കിയത്. അപ്പോഴാണ് സഹായിയായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയം. ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് നമ്മുടെ പ്രണവ് മോഹൻലാൽ ആണ്. ഞാനൊരു മലയാളിയാണ് എന്ന് മനസ്സിലായതോടെ പ്രണവിനും സന്തോഷമായി. ഞങ്ങൾ കുറേയധികം നേരം സംസാരിച്ചു. പരമ്പരാഗത രാജസ്ഥാൻ വാദ്യോപകരണം നിർമ്മിക്കുന്ന ഒരു കലാകാരന്റെ വീടായിരുന്നു അത്. 2 ദിവസമായി അവരിൽ ഒരാളായി ആ കുടുംബത്തിൽ കഴിയുമായിരുന്നു പ്രണവ്. രാമരാവണ യുദ്ധം കഴിഞ്ഞ് ഹനുമാൻ ലങ്കയിൽ നിന്നും രാജസ്ഥാനിലേക്ക് കൊണ്ടുവന്ന ഉപകരണമാണ് രാമൻ ഹത്ത എന്ന ഐതിഹ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പ്രണവ്.